പ്രിയപ്പെട്ടവരെ, അന്വേഷണത്തിൻ്റെ അൽഗോരിതത്തിലേക്ക് അഥവാ പടവുകളിലേക്ക് കയറിക്കഴിഞ്ഞവർക്കും കയറാൻ ആഗ്രഹിക്കുന്നവർക്കും അഭിവാദ്യങ്ങൾ. ഈ പ്രാവശ്യത്തെ അന്വേഷണത്തിൻ്റെ അൽഗോരിതത്തിൽ ആലോചിക്കുന്നത്, അപഗ്രഥിക്കാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്നതുപോലെ സാർവദേശീയ രംഗത്തെ, സത്യത്തിൽ സൂക്ഷ്മതലത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തെ അസ്വസ്ഥമാക്കുന്ന, അശാന്തിയുടെ ആഴങ്ങളിലേക്ക് വലിച്ചെറിയുന്ന, വേവലാതികളുടെ കൊടും വേനലിൽ നമ്മെ ചുട്ടുപൊള്ളിക്കുന്ന ഗസ്സയിലെ മനുഷ്യരുടെ, എത്ര തന്നെ അവതരിപ്പിച്ചാലും ആ അവതരണങ്ങളിൽ അവസാനിക്കാത്ത ജീവിതമാണ്. ആ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ വളരെ പെട്ടെന്ന് ഇന്ന് ലോകവ്യാപകമായി ഉയർന്നു വന്ന ഡിജിറ്റൽ സൈലൻസ്, അതിന് പേര് കൊടുത്തിരിക്കുന്നത്, ആ പേരിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഗ്ലോബൽ ഡിജിറ്റൽ സൈലൻസ്, സൈലൻസ് ഫോർ ഗാസ. ഗാസയ്ക്ക് വേണ്ടി ഒരാഴ്ച എല്ലാ ദിവസവും 9 മുതൽ 9:30 വരെ അരമണിക്കൂർ സമയം പൂർണ്ണ നിശബ്ദത. മൊബൈൽ ഫോണുകൾ മുതൽ നമ്മുടെ എല്ലാ തരത്തിലുള്ള ആശയവിനിമയ വ്യൂഹങ്ങളും അവസാനിപ്പിച്ചുകൊണ്ട് ലോകം ഗസ്സക്കൊപ്പം വളരെ ആവേശകരമായ ഈ ഒരു മൗനസമരം, മഹത്തായ മൗനസമരം, ആ സമരത്തെക്കുറിച്ച് ആലോചിച്ചപ്പോൾ, ആ സമരത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, എഴുതുമ്പോൾ ഏത് തലക്കെട്ടാണ് അതിന് അനുയോജ്യമാവുക എന്നാലോചിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം ഉയർന്നു വന്നത് ലോകപ്രശസ്ത എഴുത്തുകാരനായ ഹെമിംഗ്വേയുടെ ഫോർ ഹും ദ ബെൽ ടോൾസ്, മണിമുഴങ്ങുന്നത് ആർക്കു വേണ്ടി. ആ തലക്കെട്ട് ഒരൽപ്പം ഭേദഗതിപ്പെടുത്തി മൗനം മുഴങ്ങുന്നത് ആർക്കു വേണ്ടി എന്ന് നമുക്ക് തിരുത്തി വായിക്കാവുന്നതാണ്. ഹെമിംഗ്വേയുടെ ലോകപ്രശസ്തമായ നോവലിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ നമ്മളിപ്പോൾ അന്വേഷണത്തിനെടുക്കുന്ന, ആലോചനക്കെടുക്കുന്ന ഗസ്സയിലെ അവസ്ഥയുമായി പ്രത്യക്ഷത്തിലല്ല പരോക്ഷമായെങ്കിലും താരതമ്യപ്പെടുത്താവുന്നതാണ്. കാരണം 1930-കളിലെ, കൃത്യം പറഞ്ഞാൽ 30-കളുടെ പകുതിയിൽ, 36 മുതൽ സ്പെയിനിലെ ആഭ്യന്തര സമരത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് മണിമുഴങ്ങുന്നത് ആർക്കു വേണ്ടി. വളരെ ആവേശകരമായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഫ്രാങ്കോ എന്ന പട്ടാള മേധാവിയുടെ ഫെലാഞ്ചലിസ്റ്റ് എന്ന് പറയുന്ന ഫാസിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഭീകരവാഴ്ചക്കെതിരെ ലോകത്തെങ്ങുമുള്ള മനുഷ്യർ, നമുക്ക് അത്ഭുതം തോന്നും, അതേസമയം നമ്മൾ ആഗ്രഹിച്ചു പോകും. ഗസ്സയിലെ ഈ ഭീകരമായ അവസ്ഥക്കെതിരെ അന്ന് 30-കളിൽ സ്പെയിനിലെ വിമോചന പ്രസ്ഥാനത്തിൽ, വിമോചന പോരാട്ടത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടി സാർവദേശീയമായ ഒരു സൈനിക ദളം, ഇൻ്റർനാഷണൽ ബ്രിഗേഡ് രൂപപ്പെടുകയുണ്ടായി. ഞാൻ പറയുന്നത് അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ, സ്പെയിനിൽ നടന്ന വിമോചന പോരാട്ടത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഹെമിംഗ്വേ എഴുതിയ മണിമുഴങ്ങുന്നത് ആർക്കു വേണ്ടി എന്ന കൃതി, ആ കൃതി ഉൽപ്പാദിപ്പിക്കുന്ന ഊർജം ഉൾക്കൊണ്ടുകൊണ്ടാണ് മൗനസമരത്തെ, ഞാൻ അരമണിക്കൂർ മൗനസമരത്തെ മഹാസമരങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തണം എന്ന് ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, ഗസ്സ ഇന്ന് അനുഭവിക്കുന്ന, മലയാളത്തിലൊരു പ്രയോഗമുണ്ട്, ഊരാക്കുടുക്ക്. പക്ഷെ ആ കുടുക്കും ഒരൊറ്റ വെട്ടിന് നമുക്ക് അഴിച്ചെടുക്കാൻ പറ്റും. എന്നാൽ പട്ടിണിക്കുടുക്ക് എന്ന് പറയുന്ന, നിരവധി യുദ്ധങ്ങളിലൂടെ ലോകം കടന്നുപോയിട്ടുണ്ട്.
അപ്പോഴൊക്കെ നിരവധി പരിമിതികൾ ലോകത്തെങ്ങുമുള്ള ജനത അനുഭവിച്ചിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി പട്ടിണി ഒരു രാഷ്ട്രീയ ആയുധമായിട്ട്, അത്രയും പറഞ്ഞാൽ മതിയാവില്ല, ഭക്ഷണം വാങ്ങാൻ ക്യൂ നിൽക്കുന്ന കുട്ടികളുടെ നെഞ്ച് ഉന്നം വെച്ച് വെടിയുതിർക്കുന്ന അവസ്ഥ, അവിടെയും നിൽക്കുന്നില്ല, ഭക്ഷണത്തിൽ വിഷം കലക്കുന്ന അവസ്ഥ, എല്ലാ നൈതികതയും നിരാകരിക്കുന്ന ഒരു ഭീതിജനകമായ അവസ്ഥ. ഇത്തരമൊരവസ്ഥയിലാണ്, അതിനെതിരെയുള്ള ഒരു പ്രതിരോധമാണ്, വേണമെങ്കിൽ പറയാം നിസ്സഹായമായ ഒരു ജനതയുടെ പ്രതിരോധമാണ്. കാരണം ലോകത്തിലെ എല്ലാ വൻ ശക്തികളും, ആയുധശക്തികൾ ഒറ്റക്കെട്ടായി സയണിസത്തിനൊപ്പം നിൽക്കുമ്പോൾ, സയണിസവും സാമ്രാജ്യത്വവും സംയുക്തമായി എല്ലാ ജനായത്ത മൂല്യങ്ങളെയും കാറ്റിൽ പറത്തുമ്പോൾ, അതിനെതിരെയുള്ള പ്രതികരണങ്ങൾക്ക് നേതൃത്വം നൽകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ഐക്യരാഷ്ട്രസഭ പോലും നിശബ്ദമാകുമ്പോൾ ഓർക്കണം, ആ നിശബ്ദത നിശൂന്യമായ നിസ്സഹായതയുടെ, നിഷ്ക്രിയത്വത്തിൻ്റെ നിശബ്ദതയാണെങ്കിൽ, സമരോത്സുകമായ മറ്റൊരു നിശബ്ദത കൊണ്ട് ലോകത്തിലെ ജനായത്തവാദികൾ അതിനെ പ്രതിരോധിക്കുകയാണ്. BDSനൊപ്പം ബോയ്ക്കോട്ട്, ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ്, സാങ്ഷൻ എന്ന് പറയുന്ന ബഹിഷ്കരണം, നിക്ഷേപ നിരാകരണം, ഉപരോധം എന്നൊക്കെ പറയുന്ന നിരവധി പ്രമേയങ്ങൾ, പാട്ടുകൾ, കവിതകൾ, ഡോക്യുഫിലിമുകൾ, പ്രകടനങ്ങൾ, സമാധാന മഹാസന്ദേശങ്ങൾ ഉൾപ്പെടെ പ്രക്ഷോഭത്തിൻ്റെ നിരവധി മാതൃകൾക്കൊപ്പം ഒരു പുതിയ മാതൃക കൂടി ലോകത്തിലെ എല്ലാ മനുഷ്യരും ഒന്നിച്ചു നിന്ന്, അത് സർവൈലൻസ് ക്യാപിറ്റലിസത്തിന്, സർവം നിരീക്ഷിക്കുന്ന പുതിയ മുതലാളിത്തത്തിന് മാരകമായ പ്രഹരമേൽക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ ഒരാഴ്ചയുള്ള ഈ മൗനമഹാസമരത്തിന് 1 മാസമാവാൻ കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും, ഒരു സംശയവുമില്ല, സാമ്രാജ്യത്വത്തിൻ്റെയും സയണിസത്തിൻ്റെയും സാമ്പത്തിക താല്പര്യങ്ങളുടെ നട്ടെല്ല് പൊട്ടും. കാരണം സാമ്രാജ്യത്വവും സയണിസവും മൂല്യങ്ങളിലല്ല, കൊള്ള ലാഭത്തിലാണ് കോരിത്തരിക്കുന്നത്. അതുകൊണ്ട് ആ ലാഭത്തിൽ ഒരു ചെറിയ കുറവ് വരുമ്പോൾ അത് അവരുടെ അസ്ഥിയിൽ തട്ടും എന്നുറപ്പാണ്. അതുകൊണ്ട് ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞ ഈ സമരം ഒരാഴ്ചയിൽ അവസാനിപ്പിക്കാതെ ലോകത്തെങ്ങുമുള്ള മനുഷ്യർക്ക് തുടരാൻ കഴിഞ്ഞാൽ, ഈ ഒരാഴ്ച സമരത്തിന് പ്രതീകാത്മകമായ അതിമഹത്തായ മൂല്യമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ഇതൊരു തുടർ സമരമായി തീർന്നാൽ അതുണ്ടാക്കുന്ന സാമ്രാജ്യത്വത്തിനും സയണിസത്തിനും ഉണ്ടാക്കുന്ന പരിക്ക് സാധാരണ നമ്മൾ കണക്ക് കൂട്ടുന്നതിലൊക്കെ വളരെ കൂടുതലായിരിക്കും. മാർക്സ് നിരീക്ഷിക്കുന്നുണ്ട്, 10% ലാഭം കിട്ടുമ്പോൾ മൂലധനം പ്രവർത്തിച്ചു തുടങ്ങും, 20% അതിൻ്റെ ആർത്തി വളർത്തും, 50% ആകുമ്പോൾ അത് സാഹസികമാകും, 100% ലാഭം കിട്ടുമെന്ന് വന്നാൽ അതെല്ലാ മൂല്യങ്ങളെയും പിച്ച് ചീന്തും, 300% ലാഭം കിട്ടുമെന്ന അവസ്ഥ വന്നാൽ സ്വന്തം ഉടമയെപ്പോലും അത് തൂക്കിലേറ്റും എന്ന് പറയുന്നുണ്ട്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ, മൂലധന ശക്തികളെ സംബന്ധിച്ചിടത്തോളം മാനുഷിക മൂല്യങ്ങളല്ല, നൈതികതയല്ല, സ്വന്തം രാജ്യത്തിലെ ജനതയുടെ താല്പര്യം പോലുമല്ല, മറിച്ച് മൂലധന മൂല്യങ്ങളാണ് പ്രധാനം. ആ മൂലധന മൂല്യങ്ങൾക്ക് മുറിവേൽപ്പിക്കാനുള്ള ഏറ്റവും വലിയ കോർപ്പറേറ്റ് ക്യാപിറ്റലിസത്തിന് സഹിക്കാനാവാത്ത, അവരുടെ ലാഭത്തിൽ കിഴിച്ചിൽ വരുത്തുന്ന വലിയൊരു പ്രതിരോധമായിട്ട് ഈ മൗനസമരത്തിന് മാറാൻ പറ്റും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിനെ മറികടക്കാൻ അവർക്ക് നിരവധി ഉപായങ്ങളും മാർഗങ്ങളും ഉണ്ടാകും. ബ്രത്ത് പറയുന്നുണ്ട്, നാം പിടിക്കുന്ന കണ്ണാടികളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ അവർക്ക് നിരവധി വഴികളുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നത്, ഇത് അതിമഹത്തായ ഒരു പ്രക്ഷോഭമാണ്. ആ പ്രതീകാത്മക പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി അനിവാര്യമായും ജനായത്ത ശക്തികൾ എല്ലാ സ്ഥലത്തും നടത്തേണ്ട ഒരു പ്രചാരണ പ്രവർത്തനമുണ്ട്. ആ പ്രചാരണ പ്രവർത്തനം വേണ്ടത്ര നടക്കാതെ പോകുന്നു എന്നുള്ളത് ഈ സമരത്തിൻ്റെ
സന്ദേശം വേണ്ടത്ര അതിൻ്റെ സൂക്ഷ്മതയിൽ, സമഗ്രതയിൽ ജനങ്ങൾക്കിടയിൽ അവതരിപ്പിക്കപ്പെടുന്നില്ല എന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നയിക്കുന്നുണ്ട്. അത് വളരെ വേഗത്തിൽ പരിഹരിക്കപ്പെടണം എന്നാണ് ഒന്നാമതായിട്ട് ഈ അവതരണത്തിൽ സൂചിപ്പിക്കാനുള്ളത്. 2, നമുക്കെല്ലാം അറിയാം മൗനം എന്നുള്ളത് സത്യത്തിൽ എന്താണ്. മൗനം എന്നുള്ളത് പലരും കരുതുന്നത് പോലെ നിശൂന്യമായ, നിഷ്ക്രിയമായ നിശബ്ദതയല്ല. ശബ്ദവും മൗനവും തമ്മിൽ ആവിധമുള്ള ശത്രുതയില്ല. അവ തമ്മിലുള്ളത് അഗാധമായ ഒരു സൗഭാത്രമാണ്. ഇവാൻ ഇലിച്ച് നിരീക്ഷിക്കുന്നുണ്ട്, ലോകത്തിലെ ഏത് ഭാഷയും ആർക്കും പഠിച്ചെടുക്കാൻ പറ്റും. പക്ഷേ എത്ര പഠിച്ചെടുത്താലും ആ ഭാഷയിൽ വളർന്നിട്ടില്ലാത്ത ഒരാൾക്ക് ആ ഭാഷ പൂർണ്ണമായും വഴങ്ങുകയില്ല. ഇത് കേൾക്കുമ്പോൾ നമുക്ക് അന്താളിപ്പുണ്ടാകും. കാരണം വിവർത്തനങ്ങൾ ഉണ്ടാവുന്നില്ലേ? ഉണ്ടാവുന്നുണ്ട്. അത് കൃത്യമല്ലേ? ഒരു സംശയവുമില്ല, കൃത്യമാണ്. ആളുകൾ, ഉദാഹരണമായിട്ട് മലയാളികൾ ഒരുപക്ഷെ കേംബ്രിഡ്ജിലെ ഇംഗ്ലീഷ് പ്രൊഫസറേക്കാൾ നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുന്നില്ലേ? ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിലെ തെറ്റുകൾ പോലും ചൂണ്ടിക്കാണിക്കാൻ കഴിയുമാറ് കേരളത്തിലെ ആംഗലേയ പണ്ഡിതർ വളർന്നിട്ടില്ലേ? ഒക്കെ ശരിയാണ്. പക്ഷെ അങ്ങനെയൊക്കെ ആയിരിക്കുമ്പോഴും ഒരു മലയാളി എത്ര ആഴത്തിൽ പഠിച്ച് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോഴും ആ മലയാളിയെ കാണാത്ത, മലയാളിയാണെന്നറിയാത്ത, അത് റെക്കോർഡ് ചെയ്ത് ഏതെങ്കിലും ഒരു ഇംഗ്ലീഷുകാരൻ കേൾക്കുമ്പോൾ അവർ പറയും പ്രൊനൗൺസിയേഷൻ ശരിയാണ്, ഉച്ചാരണം ശരിയാണ്, ഗ്രാമർ ശരിയാണ്, ആശയാവിഷ്കാരം സൂക്ഷ്മമാണ്, എങ്കിലും സംസാരിക്കുന്നത് ഇംഗ്ലീഷുകാരനല്ല. ഇതുപോലെ തന്നെ ഗുണ്ടർട്ട് ഉൾപ്പെടെ ആഴത്തിൽ മലയാളം പഠിച്ചിട്ടുണ്ട്, ഡിക്ഷണറി പോലും ഉണ്ടാക്കിയിട്ടുണ്ട്, പഴഞ്ചൊല്ലുകൾ ശേഖരിച്ചിട്ടുണ്ട്, കടങ്കഥകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഏതു മലയാളിയേക്കാളും ആഴത്തിൽ മലയാളത്തിൻ്റെ സ്പന്ദിക്കുന്ന ഹൃദയം സ്പർശിച്ചിട്ടുണ്ട്. പക്ഷേ ഗുണ്ടർട്ടിൻ്റെ മലയാള സംഭാഷണം റെക്കോർഡ് ചെയ്ത് ഗുണ്ടർട്ട് ആരാണെന്നറിയാത്ത ഒരു സാധാരണ മലയാളിയെ കേൾപ്പിച്ചാൽ മലയാളമെല്ലാം ഗംഭീരമായിട്ടുണ്ട്, പക്ഷെ ചില സ്ഥലത്ത് ചില പ്രശ്നങ്ങളുണ്ട് എന്ന് പറയും. എവിടെയാണ്? ശബ്ദം പഠിച്ചെടുക്കാൻ പറ്റും, വ്യാകരണം പഠിച്ചെടുക്കാൻ പറ്റും, പക്ഷേ ഒരു ഭാഷയിലെയും മൗനം പഠനത്തിന് വഴങ്ങില്ല. അതുകൊണ്ട് മൗനം എന്ന് പറയുന്നത് ഭാഷയിൽ മാത്രമല്ല, ജീവിതത്തിലുടനീളം പല അർത്ഥത്തിൽ, പല സന്ദർഭങ്ങളിൽ അവതരിക്കാൻ കഴിയുന്ന, ആവിഷ്കരിക്കാൻ കഴിയുന്ന ഒന്നാണ്. ഞാൻ ഈ മൗനമഹാസമരത്തെക്കുറിച്ച് പറയുമ്പോൾ ഡോസ്റ്റോവസ്കിയുടെ പ്രശസ്തമായ കാരമസോവ് സഹോദരന്മാരിലെ ഒരു സന്ദർഭമാണ് ഓർക്കുന്നത്. ആ സന്ദർഭം ഇതാണ്: ക്രിസ്തു അപ്രതീക്ഷിതമായി തെരുവിൽ പ്രത്യക്ഷപ്പെടുകയാണ്. പുരുഷാരം കൃത്യമാരാണെന്ന് അറിയില്ല, പക്ഷെ അവർക്കറിയാം ഇത് തങ്ങൾ പ്രതീക്ഷിക്കുന്ന ആരോ ആണ്. അവർ ആ മനുഷ്യൻ്റെ പിറകെ കൂടുകയാണ്. 1, 10, 100, 1000 പതിനായിരങ്ങൾ ഒരപരിചിതൻ്റെ കൂടെ സഞ്ചരിക്കുന്നത് കണ്ടപ്പോൾ മതപുരോഹിതന് അത് സഹിക്കാൻ കഴിയുമായിരുന്നില്ല. കാരണം തങ്ങൾക്ക് പിറകെ മാത്രം നടന്ന് ശീലിച്ച കുഞ്ഞാടുകൾ ഇതാ വേറൊരാളുടെ പിറകെ പോകുന്നു. പക്ഷെ മതദ്രോഹ വിചാരകന് ഇത് ക്രിസ്തുവാണ് എന്ന് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ക്രിസ്തുവിൻ്റെ അസ്ഥാനത്തുള്ള പ്രത്യക്ഷപ്പെടൽ അയാൾക്ക് സഹിക്കുന്നില്ല. കാരണം അത് തങ്ങളുടെ അധികാര സ്ഥാപനങ്ങളുടെ അടിക്കല്ലുകൾ ഇളക്കും എന്ന ആശങ്കയിൽ നമുക്കിന്ന് വിശ്വസിക്കാൻ കഴിയില്ല. ഡോസ്റ്റോവസ്കിയുടെ നോവലിലാണ് എന്ന് നമ്മൾ ഓർമ്മിക്കണം. ക്രിസ്തുവിനെ കാരാഗ്രഹത്തിലിടുകയാണ്. എന്നിട്ട് ക്രിസ്തുവിൻ്റെ മേൽ ഒന്നിനു പിറകെ മറ്റൊന്നായി നിരവധി കുറ്റാരോപണങ്ങൾ നിരത്തുകയാണ്. അതിനോടൊന്നും ക്രിസ്തു പ്രതികരിക്കുന്നില്ല. പക്ഷേ ഒടുവിൽ ഈ മതദ്രോഹ വിചാരകൻ പറയുന്നുണ്ട്, ദ ഗ്രാൻഡ് ഇൻക്വിസിറ്റർ പറയുന്നുണ്ട്, നീ എന്തെങ്കിലും പറയൂ, നിന്റെ ഈ ഭ്രാന്ത് പിടിപ്പിക്കുന്ന മൗനമാണ് സഹിച്ചുകൂടാത്തത്. അപ്പോൾ ക്രിസ്തു
പുഞ്ചിരിച്ചുകൊണ്ട് ആ മതദ്രോഹ വിചാരകൻ്റെ കവിളിലൊന്ന് ചുംബിക്കുന്നുണ്ട്. പക്ഷേ സയണിസത്തിൻ്റെയും സാമ്രാജ്യത്വത്തിൻ്റെയും കവിളുകൾ ഒരു ചെറു ചുംബനം പോലും അർഹിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ മതദ്രോഹ വിചാരകൻ്റേതിനേക്കാൾ ഒക്കെ എത്രയോ ആഴത്തിലുള്ളതാണ്, അപകടമുണ്ടാക്കുന്നതാണ് ഗസക്കെതിരെയുള്ള സാമ്രാജ്യത്വത്തിൻ്റെയും സയണിസത്തിൻ്റെയും സമീപനം. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഞാൻ ആവർത്തിക്കുന്നു, ഇത് സമരോത്സുകമായൊരു മൗനമാണ്. ലോകത്തിലെ പല ഭാഷകളിലെ ശബ്ദങ്ങൾ ഒത്തുചേരുന്ന സാമ്രാജ്യത്തിനും സയണിസത്തിനുമെതിരെയുള്ള ആശയപ്രചാരണത്തിൻ്റെ ഒരു വലിയ വേദിയായി മാറുന്ന ഒന്നാണ്. ഗസയെക്കുറിച്ച് വരുന്ന വാർത്തകൾ നമ്മളിപ്പോൾ പിന്തുടരുകയാണെങ്കിൽ അന്വേഷണത്തിൻ്റെ അൽഗോരിതത്തിൽ മുമ്പ് ഒരു എപ്പിസോഡിൽ ചില കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു, അത് ആവർത്തിക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ, കഴിഞ്ഞ ദിവസം ഹിന്ദു പത്രത്തിൽ വന്നൊരു വാർത്ത പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ബാൽക്കണിയിൽ നിന്ന് കൊച്ചുകുട്ടികൾ തകർക്കപ്പെട്ട തങ്ങളുടെ സ്കൂളിൻ്റെ തെറിച്ചു നിൽക്കുന്ന കല്ലുകളിലേക്ക്, ആ കല്ലുകൾക്കിടയിൽ തങ്ങളിരുന്ന ബെഞ്ചും മറ്റും എവിടെയായിരിക്കും തുടങ്ങി നമ്മുടെ ഭാവനയിൽ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത, എന്നാൽ തങ്ങളുടെ വിദ്യാലയത്തിൻ്റെ തകർന്നു കിടക്കുന്ന അവശിഷ്ടങ്ങളെ നോക്കി ആ കുട്ടികൾക്ക് സൃഷ്ടിച്ചെടുക്കാൻ കഴിയുന്ന ഒരു ഭാവനയുണ്ടല്ലോ, അതിൻ്റെ ഒരു ചിത്രം ഹിന്ദു പത്രത്തിൽ വന്നിരുന്നു. പക്ഷേ അവിടെ ഒരു ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നൊരു പ്രശ്നമുണ്ട്. തകർക്കപ്പെട്ട തങ്ങളുടെ വിദ്യാലയം എന്ന് മാത്രമാണ് നമ്മൾ കരുതുക. പക്ഷേ അൺറവ എന്നൊരു സ്കൂൾ എന്നൊരു പ്രയോഗമുണ്ട്. അതൊരു ചുരുക്കെഴുത്താണ്. പാലസ്തീനെക്കുറിച്ചുള്ള ഓരോ ചുരുക്കെഴുത്തും സത്യത്തിൽ ചങ്ക് തുളയ്ക്കുന്ന, ചോര പുരണ്ട ഓരോ രാഷ്ട്രീയ അവസ്ഥയുടെ അടയാളങ്ങളാണ്. ഉദാഹരണമായിട്ട് ഞാനിപ്പോൾ പറഞ്ഞ ഈ സ്കൂൾ സത്യത്തിൽ ഗസയിലും മറ്റും സ്വദേശി വിദ്യാലയങ്ങൾ, ക്യാമ്പുകൾ ധാരാളമായി ഉണ്ടായിരുന്നു. അതൊക്കെ ഇസ്രായേൽ തകർക്കപ്പെട്ടതിൻ്റെ പശ്ചാത്തലത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ 1948 രൂപപ്പെട്ട സംഘടനയാണ് യുണൈറ്റഡ് നാഷൻസ് റിലീഫ് വർക്ക് ഫോർ റെഫ്യൂജീസ് എന്ന് പറയുമ്പോൾ പാലസ്തീൻ അഭയാർത്ഥികൾക്ക് വേണ്ടി ഐക്യരാഷ്ട്രസഭ സ്കൂളുകളും മറ്റും. ഓർമ്മിക്കണം, അൺറവ എന്ന് പറയുമ്പോൾ ഈ അഭയാർത്ഥികൾക്ക് വേണ്ടി, അവർക്ക് നേരത്തെ സ്കൂളുകൾ ഉണ്ടായിരുന്നു അവരുടേതായ, അതാക്രമിച്ച് തകർക്കപ്പെട്ടു. അപ്പോൾ ഐക്യരാഷ്ട്രസഭ അതിനൊരു നഷ്ടപരിഹാരം എന്ന നിലയിൽ നിർമ്മിച്ച സ്കൂളുകളാണ്, ഐക്യരാഷ്ട്രസഭയുടെ ക്യാമ്പുകളാണ്, അഭയാർത്ഥി ക്യാമ്പുകളാണ്, ആശുപത്രികളാണ് ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നത് പാലസ്തീനെക്കുറിച്ചുള്ള ഓരോ ചുരുക്കെഴുത്തും സത്യത്തിൽ ചോര പുരണ്ട ഒരു ജനതയുടെ ജീവിതം നഷ്ടപ്പെടുത്തിയതിൻ്റെ അടയാളവാക്യങ്ങളാണ്. ആ നിലക്ക് നമ്മളതിനെ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ലോകം വൈകിയാണെങ്കിലും, ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ഇത് ഗ്ലോബൽ സൈലൻസ് പ്രൊട്ടസ്റ്റ് എന്ന് വിളിക്കുന്നതിനേക്കാൾ ഇതിനെ ഇൻ്റർനാഷണൽ സൈലൻസ് പ്രൊട്ടസ്റ്റ് എന്ന് വിളിക്കുന്നതാണ് രാഷ്ട്രീയമായി കൃത്യതയുള്ളത്. കാരണം ഗ്ലോബൽ എന്നുള്ളത് സാധാരണഗതിയിൽ നിരുപദ്രവകരമാണ് എന്ന് നമുക്ക് തോന്നും. പക്ഷേ അത് മുകളിൽ നിന്നുള്ള മൂലധനത്തിൻ്റെ ഒരു ഇറക്കുമതിയാണ്. ഗ്ലോബലൈസേഷൻ എന്ന് നമ്മൾ പറയുമ്പോൾ അത് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും ഒത്തുചേർക്കുന്ന, ആശ്ലേഷിക്കുന്ന ഒരു കാഴ്ചപ്പാടല്ല. അത് മൂലധനത്തിന് വേണ്ടി ലോകത്തിലെ എല്ലാ തടസ്സങ്ങളും തട്ടിമാറ്റുന്ന, അതിൻ്റെ ഒഴുക്കിന് വിഘാതമായിരിക്കുന്ന എല്ലാറ്റിനെയും എടുത്തു നീക്കുന്ന ഒന്നാണ്.
എന്നാൽ ഇൻ്റർനാഷണൽ എന്ന് പറയുമ്പോൾ ജനകീയ ഐക്യത്തിൻ്റെ മുരട്ടിൽ നിന്നും രൂപപ്പെട്ടു വരുന്ന സങ്കുചിത ദേശീയ അതിർത്തികൾ പൊളിക്കുന്ന മൂലധന താൽപ്പര്യങ്ങളെ മറിച്ചിടുന്ന ജനകീയ സൗഭാത്രത്തിൻ്റെ സമ്മോഹനമായ ഒരാവിഷ്കാരമാണ്. സത്യത്തിൽ സൂക്ഷ്മമായിട്ട് ആലോചിച്ചാൽ ഗ്ലോബലൈസേഷൻ്റെ എതിർപക്ഷത്താണ് ഇൻ്റർനാഷണൽ സാർവദേശീയം എന്ന പരികൽപ്പന. അതുകൊണ്ട് ഇത് അവസാനിപ്പിക്കുമ്പോൾ ഞാൻ മുന്നോട്ട് വെക്കാൻ ശ്രമിക്കുന്നത്, പലരും ഇതിനെ, ഈ സമരത്തിൽ ആവേശം കൊള്ളുന്നവർ പോലും ഇതിനെ ഗ്ലോബൽ പ്രൊട്ടസ്റ്റ് എന്ന് വിളിക്കുന്നുണ്ട്. അങ്ങനെ വിളിക്കുന്നതിനേക്കാൾ ഇൻ്റർനാഷണൽ പ്രൊട്ടസ്റ്റ്, സാർവദേശീയമായൊരു സമരം, അങ്ങനെ മൗനം എന്തിനും ഏതിനും ഒരു ജനകീയ ഐക്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ സമരമായി മാറാൻ കഴിയും. അങ്ങനെ സമരമായി മാറിയ ഒരു മൗനം, അതുകൊണ്ടാണ് തുടക്കത്തിൽ മൗനം മുഴങ്ങുന്നത് ആർക്കു വേണ്ടി. ഈ മൗനത്തിൽ നമ്മൾ കുഴിച്ചു ചെന്നാൽ തകർക്കപ്പെട്ട, ചിതറിപ്പോയ എത്രയെത്രയോ മനുഷ്യർ, പലസ്തീനികൾ, അവരുടെ സ്വപ്നങ്ങൾ, അവരുടെ പ്രതിഷേധങ്ങൾ എല്ലാം ഈ മൗനത്തിൽ. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, അരമണിക്കൂർ മൗനത്തിന് ഉൾക്കൊള്ളാനാവുമോ മഹാസങ്കടങ്ങളുടെ ഒരു സമാന്തര ലോകം? അസാധ്യമാണ്. എങ്കിൽ തന്നെയും ആ അസാധ്യതയെ സംബോധന ചെയ്യാൻ പ്രതീകാത്മകമായി അരമണിക്കൂർ മൗനത്തെ, ഒരാഴ്ച നിൽക്കുന്ന അരമണിക്കൂർ മൗനത്തെ ഈ സമരത്തിൻ്റെ അടുത്ത ഘട്ടം എന്ന അർത്ഥത്തിൽ നമുക്ക് വിപുലപ്പെടുത്താൻ കഴിഞ്ഞാൽ അതൊരു വൻ ചുവടുവെപ്പാകും എന്ന പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട്, അന്വേഷണത്തിൻ്റെ അൽഗോരിതത്തിലെ ഈ ഇടപെടൽ മിക്കവാറും എല്ലാ അന്വേഷണത്തിൻ്റെ അൽഗോരിതത്തിലും പറയാറുള്ളത് പോലെ, ഇതൊക്കെ നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്തും നമ്മുടെ സംഭാഷണത്തിൻ്റെ അവതരണക്രമത്തെ പോലും അട്ടിമറിച്ചുകൊണ്ട് വിധ്വംസകതകൾ, ആക്രമണങ്ങൾ തുടരുകയാണ്. അതുകൊണ്ട് തന്നെ അതിനെതിരെയുള്ള പ്രതികരണങ്ങളും തുടരേണ്ടതായിട്ടാണ് ഇരിക്കുന്നത് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ.